രണ്ട് നെഗറ്റീവുകളാണ് ഇതിൽ പറയാനുള്ളത്. 5GB കിലോമീറ്റർ എല്ലാ സമയവും ഒരേ റേഞ്ച് അല്ല കിട്ടുന്നത്. എനിക്ക് അനുഭവപ്പെട്ട കാര്യമാണ് പറയുന്നത്. അന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് അന്ന് കിട്ടിയ മൈലേജ് ആണ്, ഇന്ന് ഞാൻ പറയുന്നത് എനിക്ക് ഇന്ന് കിട്ടിയ മൈലേജ് ആണ്. നമസ്കാരം. ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു തിരുപ്പൂർ യാത്രയാണ്. ആദ്യം ഓട് പറയുന്നത് ഫുള്ള് ഞാനാ ഓടിക്കുകയാണ്, തിരുപ്പൂർ വരെ ഞാനാ ഓടിക്കുകയാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഓടിക്കുന്ന കുഴപ്പമൊന്നുമില്ല. ഇതൊരു ഇലക്ട്രിക് വണ്ടീൻ്റെ ഒരു രീതിയിലല്ല ഇപ്പോൾ ഓടിക്കണം കേട്ടോ. ഞങ്ങൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, മൈലേജ് ലേശം കുറവുണ്ടാവും, എന്നാലും പ്രശ്നമൊന്നും കാണുന്നില്ല. ഏകദേശം ഇപ്പോൾ 20% ഓടിയപ്പോൾ ഒരു 70 മേലെ 71 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട്. 5 കിലോമീറ്റർ ശേഷം ഞങ്ങൾ ട്രിപ്പ് സെറ്റ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് ഒരു 70 കിലോമീറ്റർ 3.5 ഒരു ശതമാനത്തിന് 3.5 വെച്ച് പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, പോകുന്നുണ്ട്. അപ്പോൾ ആരോടിച്ചാലും പിന്നെ ഇലക്ട്രിക് വണ്ടിക്ക് ഏകദേശം കിട്ടാനുള്ള മൈലേജ് 350 കിട്ടുന്ന ഉറപ്പാണ്. അതിൻ്റെ അടുത്താണ് ഇപ്പോൾ അവൾ ആദ്യമായിട്ടാണ് ഇലക്ട്രിക് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഓടിച്ചിട്ടും അവൾ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ഒരു 10% ഏകദേശം 35 കിലോമീറ്റർ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നത്. ഇതിപ്പോൾ ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ ഇന്ന് രാവിലെ 100% റേഞ്ചാണ് ഈ കാണിക്കുന്നത്. ഇനി AC ഓൺ ആക്കുമ്പോൾ റേഞ്ച് ഒറ്റയടിക്ക് താവുന്നുണ്ട്. ഇപ്പോൾ AC ഓൺ ആക്കിയപ്പോൾ റേഞ്ച് 333 താഴേക്ക് വന്നു. പക്ഷെ ഇത് കറക്റ്റ് അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്, കാരണം ഓടുമ്പോൾ ഇതിലാറെ കിട്ടും. അത് ഞാൻ ഓടിച്ചിട്ട് നോക്കിയിട്ട് പറയാം. ചായ കുടിക്കാൻ വേണ്ടി ശരവണ ഭവനിലൊന്ന് കയറി, പാലക്കാട് കഞ്ചിക്കോടുള്ള ശരവണ ഭവനിൽ കയറി ചായ കുടിച്ചൊരു 10-20 മിനിറ്റ് അവിടെ ചിലവായി. ഞങ്ങളിങ്ങനെ വീണ്ടും പോവാണ്. പുതിയ ഡ്രൈവറാണ് കേട്ടോ. എങ്ങനെയുണ്ട് മുന്നോ? എന്താണ് അഭിപ്രായം? ഫസ്റ്റ് 100+ യാത്ര. ഓക്കെ. അങ്ങനെ ഞങ്ങള് പാലക്കാട് കഞ്ചിക്കോട് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 74% ബാക്കിയുള്ള 36% ഓടിക്കഴിഞ്ഞു. കിലോമീറ്റർ 87+5 92 കിലോമീറ്ററോളം ഓടി. ഇപ്പോൾ ഞങ്ങൾ ടോൾക്ക് എത്താൻ പോവാണ്. ടോൾ പ്ലാസ വരെയാണ്. ആള് കുറച്ച് സ്പീഡ് ഓവറാണ് കേട്ടോ. കിട്ടുന്ന ഗ്യാപ്പിലേ നല്ല അടിച്ച് മിന്നിക്കാണ്. ഒരു ഈ കോയമ്പത്തൂർ ഹൈവേയിൽ ഫസ്റ്റ് ഓടിക്കുകയാണ്. കേരളം വിട്ട് ആദ്യമായിട്ട് ഓടിക്കുകയാണ്. അതിന്റെ ഒരു ഹാപ്പിയിലാണ് ആള്. നമ്മുടെ കേരളത്തിലെ ഈ ടോൾ ബൂത്തുകളൊക്കെ എന്നോ അതിന്റെ രീതി മാറ്റേണ്ടതുണ്ട്. നമ്മൾ അവിടെ ഇങ്ങനെ ആ വടിയുടെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ടോ ആ ബാറിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചാലും അവരെത്രയാണ് സ്കാൻ ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് ഈ ഫാസ്റ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്? പൈസ കൊടുത്താൽ പോരാ. അങ്ങനെയാണെങ്കിൽ ഇത്ര സമയം നിൽക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഞാൻ അടുത്ത് കൊണ്ടുപോയി നിർത്തി, പക്ഷേ സ്കാൻ ആവുന്നില്ല. പിന്നെ അവരെന്ത് ചെയ്യണം, അവരൊരു വടിയൊക്കെ പിടിച്ചിട്ട് നേരെ നമ്മൾ ഗ്ലാസ്മോ കൊടുത്ത് വെച്ചിട്ട് അവരെന്നെ അത് സ്കാൻ ചെയ്യുക. നമ്മൾ എന്തൊരു വൃത്തിയായിട്ട രീതിയാണ് അതൊക്കെ. എത്രയും പൈസ ഒക്കെ കൊടുത്തിട്ട് സത്യത്തിൽ ആ ഒരൊറ്റടി വണ്ടി നിൽക്കുന്നു, സെക്കൻഡുകൾക്കൊക്കെ നേരെ പോകാൻ പറ്റണം. ആ ഒരു രീതിയിലേക്ക് എന്നാണ് ഇനി കേരളമൊക്കെ മാറുക, ഇന്ത്യ തന്നെ എന്നാ ആ രീതിയിലേക്ക് മാറുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ആ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ഏകദേശം തിരുപ്പൂർ എത്താനായി. ഇനിയൊരു 16 കിലോമീറ്റർ കൂടെ ഉള്ളൂ. 50% കഴിഞ്ഞു കേട്ടോ. നല്ല റേഞ്ച് വലിച്ചു കുടിക്കുന്നുണ്ട് ഡ്രൈവർ. 100ന്റെ മേലേക്കുള്ള പരീക്ഷണങ്ങളാണ്. ചാർജിനെ കുറിച്ച് ചിന്തിക്കണമല്ലോ, റീ എനർജിയെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കണമല്ലേ. അത് കിട്ടുന്നത് മതി എന്നുള്ള ഓടിക്കലാണ്, സാധാരണ ഓടിക്കലാണ്. അല്ലാതെ പിന്നെ EVയിൽ റേഞ്ച് വേണമെന്നുള്ള ഓടിക്കൊന്നുമില്ല. വേണമെങ്കിൽ വൈകുന്നേരം ഞാൻ ചാർജ് ചെയ്യും, അത്രേ ഉള്ളൂ. നീ മുന്നോ? ആ അല്ല മുന്നോ, നിങ്ങൾക്ക് തമിഴ്നാട്ടില് ബസ്സിൽ ഫ്രീ ആണോ ലേഡീസിന്? പിങ്ക് ബസ്സോ? ഓ, ഇനിയിപ്പോ നിങ്ങൾക്ക് കേരളത്തില് സുഖമായല്ലോ അല്ലേ? അതെ. ഏത് പിങ്ക് ബസ്സിലാ? അതാ പിങ്ക് ബസ്സല്ലേ, ഈ പോണ പിങ്ക് ബസ്സല്ലേ അത്? അതിന്റെ ഫ്രണ്ടിലും ബാക്കിലും പിങ്ക് കളർ കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കയറാം അല്ല? യാത്ര ചെയ്യലുണ്ടോ അതില്? ഒരു കുഴപ്പമില്ല.
പൈസ ഒന്നും കൊടുക്കണ്ട. ടിക്കറ്റ് ഉണ്ടോ? ടിക്കറ്റ് തരും തരും, പക്ഷെ പൈസ കൊടുക്കണ്ട. ഓഹോ, അപ്പൊ ഇനി അതേപോലെ കേരളത്തിൽ വരാൻ പോവാണ്. വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫുൾ ട്രിപ്പാണ് ബസ്സില്. അത് അപ്പോൾ 175 കിലോമീറ്റർ, തിരുപ്പൂർ ദൂരം 175 കിലോമീറ്ററാണ്. അത് ഓടിയത് 54% എടുത്തിട്ടാണ് 175 കിലോമീറ്റർ ഓടിയത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ എത്തിയിട്ട് തിരിച്ച് നാട്ടിലെത്തിയിട്ട് 10% ബാക്കിയായിരുന്നു. പോവാ. വലൈക്കും അസ്സലാം. ക്ലാസ് അതുപോലെ ഈ ട്രിപ്പിൽ നമ്മൾ ചാർജ് ചെയ്യാൻ പോവാണ്. വാളയാറുള്ള ചാർജ് സ്റ്റേഷൻ, ഗോയിസിയുടെ ചാർജ് സ്റ്റേഷനാണ്. അതിലാണ് ചാർജ് ചെയ്യാൻ പോകുന്നത്. അവിടെ ഫ്രീ ആയി കിടക്കുകയാണ്, 2 ഗണ്ണും ഫ്രീ ആണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്ത് പോവാം. നമ്മൾ ആകെ ഓടിയത് 246+5 251 കിലോമീറ്ററാണ് ഓടിയത്. അതിൽ നമുക്ക് 76% എടുത്തിട്ടുണ്ട്. ഇനി 96 ആണ് റേഞ്ച് കാണിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ 98 കിലോമീറ്റർ. അപ്പം എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ റേഞ്ച് കിട്ടിയിട്ടില്ല. നമ്മുടെ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 200 റുപ്യാണ് ഇപ്പം റീചാർജ് ചെയ്തിട്ടുള്ളത്. അതിൽ 50 മിനിമം ബാലൻസ് വേണമെന്ന് കാണിച്ചിരുന്നു. എന്തായാലും കഴിയുമ്പോൾ അറിയാം എത്രയാണ് ചാർജ് കയറിയത് എന്നുള്ളത്. നമ്മളിപ്പോൾ നിർത്തി ആകെ 5 മിനിറ്റ് ആയിട്ടുള്ള അപ്പോഴേക്ക് തന്നെ നമുക്ക് ഏകദേശം 10% കയറി കഴിഞ്ഞു. നല്ല സ്പീഡിൽ കയറുന്നുണ്ട്. 36 ചാർജ് ചെയ്യുന്ന സമയത്ത് വണ്ടിയിൽ പുറത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് AC ഇട്ടിട്ട് സ്വസ്ഥ സുഖസുന്ദരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചാർജ് ചെയ്ത് വണ്ടിയിലിരുന്ന് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് വാട്സപ്പൊക്കെ നോക്കി ഇരിക്കാം. 43% അതിന് നമ്മൾ ചാർജർ ഡിസ്കണക്ട് ചെയ്ത് എടുക്കാൻ പോവാണ്. 19% ഈ ഒരു 160 റുപ്യക്ക് നമുക്ക് ചാർജ് ആയിട്ടുള്ളത്. 19% നമുക്ക് അതുകൊണ്ട് ഏകദേശം ഒരു 60 കിലോമീറ്റർ, 60 അല്ലെങ്കിൽ ഒരു 65 കിലോമീറ്റർ വരെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കിലോമീറ്ററിന് ഒരു 2.25 2.75 പുറത്തുനിന്ന് ചാർജ് ചെയ്തപ്പോൾ ആയിട്ടുള്ളത്. ഗോയിസിയാണ് ചെയ്തത്. റേറ്റ് കുറവാണ്. അപ്പോൾ അതിനെ നേരത്തെ ചെയ്ത് 22 റുപ്യ 21 റുപ്യ ഉണ്ടായിരുന്നത് താരിഫ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ 17.7 താരിഫ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം ചാർജ് ചെയ്ത ഒരു അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞാൽ 24% ചാർജിലേക്ക് 24% ചാർജിലേക്ക് എത്തി. നമ്മൾ ചാർജ് ചെയ്തത് 19% ആയിരുന്നു. 19% നമ്മളിപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ കിട്ടിയ മൈലേജ്, ആ ചാർജ് ചെയ്ത ഒരു 19% കിട്ടിയ മൈലേജ് എന്ന് പറയുന്നത് ഇപ്പം 300 ആയിട്ടുള്ളത്. 46 ചാർജ് ചെയ്തത്. ഇപ്പം 54 കിലോമീറ്ററാണ് കിട്ടിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഉണ്ടായൊരു വിഷയം എന്താ വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മോളെയിട്ട് തിരുപ്പൂർ പോയ സമയത്ത് എനിക്ക് തിരിച്ച് വന്നിട്ടും 350 കിലോമീറ്റർ ഓടിയിട്ടും 10% ചാർജ് ബാക്കിയായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ തിരുപ്പൂർ പോയി വന്ന് ഏകദേശം ഫുൾ ആയിട്ടില്ല. അപ്പോൾ 315 കിലോമീറ്റർ ആയിട്ട് 16 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഇനി ഓടാൻ ബാക്കി കിടക്കുകയാണ്. അപ്പോഴേക്ക് 100% ചാർജും കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ബാക്കിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടാണ് ചാർജ് പുറത്ത് DC ചാർജ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ 2 വിഷയങ്ങളാണ് എനിക്കിതിൽ പറയാനുള്ളത്. 2 നെഗറ്റീവുകളാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ പഞ്ചീവിയുടെ കിലോമീറ്റർ എല്ലാ സമയവും ഒരേ റേഞ്ച് അല്ല കിട്ടുന്നത്. സാഹചര്യത്തിനും സന്ദർഭത്തിനും പുറത്തെ കാലാവസ്ഥക്കും ഒക്കെ അനുസരിച്ച് ഈ കിലോമീറ്റർ റേഞ്ചിൽ നല്ല മാറ്റം വരുന്നുണ്ട്.
അന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് അന്ന് കിട്ടിയ മൈലേജ് ആണ്. ഇന്ന് ഞാൻ പറയുന്നത് എനിക്ക് ഇന്ന് കിട്ടിയ മൈലേജ് ആണ്. ഇന്ന് എനിക്ക് ശരിക്കും കിട്ടിയത് മൈലേജ് നല്ല കുറവുണ്ട്. അതിനൊരു കാരണം ഞാൻ രാവിലെ വണ്ടി എടുക്കുമ്പോൾ തന്നെ മൈലേജ് ഷോർട്ടാണ് കാണിച്ചിട്ടുള്ളത്, റേഞ്ച് ഷോർട്ടാണ് കാണിച്ചിട്ടുള്ളത്. രണ്ടാമത് അന്നേ പോയത് പുലർച്ചെ 3 മണിക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊരു കാലാവസ്ഥ വ്യത്യാസം ഉണ്ടാവും. ഇന്ന് ഞാൻ പോയത് 6 മണിക്കാണ്, അതിൻ്റെ വ്യത്യാസം. മറ്റൊന്ന് ഡ്രൈവറുടെ മാറ്റം. ഇന്ന് അങ്ങോട്ട് ഫുള്ള് ഓടിച്ച് മോളാണ്, 120 കിലോമീറ്റർ ഓടിച്ച് മോളാണ്. അപ്പോൾ അവളുടെ ഡ്രൈവിങ്ങിന് ഒരു മാറ്റമായിരിക്കാം ഒന്ന്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അതൊന്നൊരു വണ്ടിയെ സംബന്ധിച്ച് നമുക്ക് അത് എപ്പോഴും ഒരേപോലെ ഡ്രൈവ് ചെയ്യാമെന്നോ ഒരേ ഡ്രൈവർ ആയിക്കോളണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പരമാവധി നന്നായിട്ട് പിന്നെ EV മോഡ് നോക്കി ഓടിക്കുക, അത്രയും പറയാനുള്ളൂ. എന്തൊക്കെയായാലും എല്ലാ സമയവും ഒരേ റേഞ്ച് അല്ല 5 EV കാണിക്കുന്നത്. റേഞ്ചിൽ വ്യത്യാസം വരുന്നുണ്ട്, കിട്ടുന്ന റേഞ്ചിൽ വ്യത്യാസം വരുന്നുണ്ട് ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്താ വെച്ചാൽ DC ചാർജിൽ നല്ല കുറവ് കാണിക്കുന്നുണ്ട്. DC ചാർജാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ റേഞ്ചിൽ നല്ല കുറവ് കാണിക്കുന്നുണ്ട്. നമ്മൾ AC ചാർജ് ചെയ്യുമ്പോൾ നമുക്കൊരു പിന്നെ 10% കൊണ്ട് നമുക്കൊരു 40 കിലോമീറ്റർ ഓടുന്നത് DC ചാർജ് ആണെങ്കിൽ 10% കൊണ്ട് 30 അങ്ങോട്ട് ഒപ്പിച്ച് ഓടിയെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് DC ചാർജ് ചെയ്യുമ്പോൾ ചാർജിന് നല്ല കുറവ് കാണിക്കുന്നുണ്ട്. ആ കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. എനിക്ക് ചോദിക്കാനുള്ളത് ഈ MGയും അതേപോലെ തന്നെ മഹേന്ദ്ര ഒക്കെ ഓടിക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, അതിന് ഓണേഴ്സിനോട് ചോദിക്കാനുള്ളത്, അതിനും ഇതുപോലെ DC ചാർജ് ചെയ്യുമ്പോൾ കിലോമീറ്ററിൽ എന്തെങ്കിലും മൈലേജ് ഷോട്ട് കാണുന്നുണ്ടോ? MGക്കും അല്ലെങ്കിൽ മഹേന്ദ്ര, അവരാണ് ഏറ്റവും കൂടുതൽ EV ടാറ്റയെ പോലെ ഇറക്കിയിട്ടുള്ളത്. അതിനും ഇതുപോലെ നമ്മൾ DC ചാർജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ AC ചാർജ് സ്ലോ ചാർജിന്റെ അതേ മൈലേജ് നമുക്ക് DC ചാർജ് ചെയ്യുമ്പോഴും കിട്ടുന്നുണ്ടോ എന്നൊരു അഭിപ്രായം നിങ്ങളൊന്ന് പറയണം എന്ന് ആണെന്ന് പറയാനുള്ളത്. അപ്പോൾ മൈലേജ് ടെസ്റ്റിന്റെ കാര്യത്തിൽ സന്ദർഭം, പുറത്തെ സാഹചര്യങ്ങൾ, ഡ്രൈവിങ്ങിന്റെ സാഹചര്യങ്ങൾ ഒക്കെ ശക്തമായ മാറ്റമാണ് വരുത്തുന്നത്.